ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുന്നണി മാറിയാണ് രംഗത്തെത്തിയതെന്ന ആരോപണത്തിന് വിശദീകരണം നൽകി വിലങ്ങലിൽ മുഹമ്മദ്. 1-ാം വാർഡ് ചങ്കുവെട്ടിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം. കോട്ടക്കൽ നഗരസഭ വാർഡ് 1-ൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിലങ്ങലിൽ മുഹമ്മദ് എന്ന ബാവയുടെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി സജീവ പ്രവർത്തകനും പാർട്ടിയുടെ ഔദ്യോഗിക പദവികളടക്കം നിർവഹിക്കുകയും ചെയ്തിരുന്ന ബാവ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുന്നണി മാറിയാണ് മത്സരരംഗത്തിറങ്ങിയത് എന്ന ആരോപണം ഉയർന്നതോടെ മറുപടിയുമായി അദ്ദേഹം രംഗത്തെത്തി. വാർഡ് 1-ൽ നിന്നും LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്. പൊതുവെയുള്ള ഒരു ആരോപണമാണ് സാറിൻ്റെ ഒരു മുന്നണി, ഇതുവരെ ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്ന ഒരു വ്യക്തി ഈ തെരഞ്ഞെടുപ്പിനോടടുത്ത് LDFലേക്ക് മാറി എന്നുള്ളൊരു ആരോപണമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ UDF മുന്നണി എന്നല്ല, കോൺഗ്രസ്സുകാരനാണ് ആയിരുന്നു മുമ്പേ ഞാൻ ഔദ്യോഗിക സ്ഥാനങ്ങൾ വരെ വഹിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് വരെ ആയിരുന്നു. പക്ഷേ കുറേ കാലങ്ങളായിട്ട് ഞാൻ പ്രവർത്തന രംഗത്തില്ല കോൺഗ്രസിൻ്റെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മെമ്പർഷിപ്പ് പോലും ഇല്ല, മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ഞാൻ പുതുക്കിയിട്ടില്ല. അവർ വന്നിരുന്നു. അപ്പോൾ പിന്നെ നേരിട്ട് പാർട്ടിയിൽ തുടരാനുള്ള ഒരു വിഷമം കൊണ്ട് നമ്മളിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്വതന്ത്രനായിട്ട് നിൽക്കണമെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് LDF പിന്തുണ തരാ എന്ന് നമ്മളോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ LDFും മറ്റുള്ള പാർട്ടികളും നമുക്ക് പിന്തുണ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ബേസിലല്ല, നമ്മളെ ഫ്രണ്ട്സ് എന്നുള്ളവർക്കും ഓരോ വ്യക്തികളും ഓരോ വോട്ടർമാരും നമുക്ക്. നിലവിലെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നുണ്ടോ? ഇല്ല 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 കുറേ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമല്ല, കുറേ കാലങ്ങളായിട്ടില്ല, വർഷങ്ങളായിട്ട് ഇതൊന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണ്. യെസ്. എന്താണ് അതിൽ നിന്ന് പോരാനുണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മനമെടുപ്പ് എന്ന് പറയില്ലേ, പാർട്ടിക്ക് നമുക്കൊരു വിഷമം. അപ്പോൾ എന്താണ് വിഷമത്തിൻ്റെ കാരണം വെച്ചാൽ, ഇപ്പോൾ നമ്മളെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് അല്ലാത്ത എല്ലാ പാർട്ടികൾക്കും ഓരോ സീറ്റോ 2 സീറ്റ് വരെയുണ്ട്. ഈ അടുത്ത കാലത്ത് വന്ന പാർട്ടികൾക്ക് വരെയുണ്ട്. പക്ഷെ വർഷങ്ങളായിട്ട് 45 വർഷം മുമ്പേ വൈസ് പ്രസിഡൻറ്റും അതിന് മുന്നേ പ്രസിഡൻറ്റുമായ പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്നും നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കാരണം നമുക്ക് ഇന്നും ഒന്നുമില്ല, ഇന്നലെ വരെയും ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ആ മാനസിക വിഷമം എന്നും നേതൃത്വത്തോട് ചർച്ച ചെയ്യും. ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനിയും ശരിയാവുന്ന മറ്റല്ല ചർച്ചയും കാര്യങ്ങളൊക്കെ അവസാനത്തേക്ക് വന്നത്. അപ്പോൾ മാനസികമായിട്ട് നമുക്ക് മടുത്തു കോൺഗ്രസിനോട്. അതെന്താണ് ഈ മുന്നണി മാറി LDFലേക്ക് വരാനുണ്ടായ സാഹചര്യം? മുന്നണി മാറി LDFലേക്കല്ല, ഞാൻ മുന്നണി ഇല്ലാത്ത ആൾക്ക് പിന്നെ മാറാൻ പറ്റില്ല. ശരി. ഞാൻ LDFലേക്ക് വരാനുണ്ടായ കാരണം ഞാൻ സ്വതന്ത്രമായി മത്സരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു 1-ാം വാർഡിൽ. ആ സമയത്താണ് LDF ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ LDF വേറെ സ്ഥാനാർത്ഥിനെ നിർത്തുന്നില്ല എന്നും എനിക്ക് പിന്തുണ തരാമെന്നും പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് LDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ താൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങിയതാണെന്നും താൻ വിശ്വസിച്ച് പ്രവർത്തിച്ച പാർട്ടിയിൽ തുടർന്നാൽ വളർച്ചയ്ക്ക് സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഔദ്യോഗിക പദവികളൊന്നും നിർവഹിക്കുന്നില്ല. താനൊരു പാർട്ടി മെമ്പർ പോലുമല്ല. ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച തനിക്ക് ഇടതുപക്ഷം പിന്തുണ നൽകിയത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പ്രചോദനമായി. കഴിഞ്ഞ തവണ ചങ്കുവെട്ടി വാർഡിൽ LDF കേവലം 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ കൂടുതൽ വോട്ടിന്റെ ലീഡിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വിലങ്ങലിൽ മുഹമ്മദ്. വാർഡിൽ വിജയിച്ചു വരികയാണെങ്കിൽ വികസന തുടർച്ച ഉണ്ടായിരിക്കുമെന്നും കായിക മേഖലയിലെ പുരോഗതി, ഉയർന്ന വിദ്യാഭ്യാസം ഉറപ്പാക്കൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.